സ്വീകരണമാണ്. സാർ വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിലാണ്. എങ്ങനെ തോന്നുന്നു സാർ, ഇത്തവണ എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് താമര വിരിയുമെന്നാണ് സാറിൻ്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും അതല്ലോ, ഈ ജനപിന്തുണയും ജനകീയ ആവേശവും എല്ലാം തന്നെ കാണിക്കുന്നതാണല്ലോ. ജനങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് LDFനും UDFനും എതിരെ ഉണ്ടാകുന്ന ഒരു ജന അഭിപ്രായമാണ്. അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവാണ്. LDF UDF നെഗറ്റീവ്, NDAയുടെ പോസിറ്റീവാണ്. വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സാറ് ജയിച്ച് മുന്നേറുമ്പോഴത്തേനും വികസനത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാകുമ്പോഴത്തേനും തിരുവനന്തപുരത്തിനൊരു പുതിയ മുഖം സാർ മുഖേന നൽകുമെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം തിരുവനന്തപുരത്ത് നാളിതുവരെയായി നിരവധി പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികളായിട്ട് പോയിട്ടുണ്ട്. അവരാരും തിരുവനന്തപുരത്തിൻ്റെ വികസനം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്കത് സാധിക്കുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ടെക്നോ പാർക്കിൽ നിന്നാണ് വരുന്നത്. ഇവിടുത്തെ സ്റ്റാഫും അവിടുത്തെ ജീവനക്കാരും എല്ലാവരും കൂടി എൻജിനീയേഴ്സ് എല്ലാവരും ചേർന്ന് നൽകിയ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു വികസനം ഇവിടെ ഉണ്ടാകുന്നില്ല. ഒരു ഫോറിൻ കമ്പനികളും അങ്ങോട്ടേക്ക് വരുന്നില്ല. റോഡ് കണക്ഷൻ കുറവ്, എയർ കണക്ഷൻ ഇല്ല, റെയിൽ കണക്ഷൻ ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ വികസനം ഉണ്ടാവും? വികസനം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം. അത് വികസിക്കുന്നില്ല കേരളത്തിൽ. മോദി സർക്കാരിൻ്റെ ഭരണ തുടർച്ചയാണ് പറയുന്നത്. അതോടൊപ്പം സാറ് ആവേശകരമായിട്ട് അണികളും പറയുന്നുണ്ട് സാർ എന്തായിരുന്നാലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയിലേക്ക് പ്രവേശിക്കുമെന്ന്. അതിനെപ്പറ്റി സാറിന്? എനിക്കതേക്കുറിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പം ജയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സുനിശ്ചിതമാക്കുക എന്നുള്ളത്. അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. ഗവർണർ പദവി പോലും ഉപേക്ഷിച്ചാണ് കുമ്മനം രാജശേഖരൻ എന്ന NDA സ്ഥാനാർത്ഥി മത്സര രംഗത്തേക്ക് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയൊന്നും അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നേയില്ല. എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് അണികളും അദ്ദേഹവും. ആശംസകൾ. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വിജയം പ്രതീക്ഷിച്ചിട്ടുള്ള യാത്രയിലാണ്. ക്യാമറമാൻ സ്വാഗതനോടൊപ്പം നെജിത ക്ലെമന്റ്, മലയാളി വാർത്ത.